ഹായ് ബ്രോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു അക്വേറിയം വാങ്ങാനായിട്ട് പോവാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞു മനുഷ്യനുണ്ട്. ഇവൻ ചെറിയൊരു കുറച്ച് മീനൊക്കെ മേടിച്ച് ഒരു ബൂസിന്റെ ഉപ്പിലിട്ട് വെച്ചേക്കണേ. കുറച്ചാളും കൂടി കഴിഞ്ഞാൽ അതിന്റെ തീരുമാനവും. അപ്പൊ അതാണ് അക്വേറിയം മേടിക്കണം. എടാ എന്ത് മീനുള്ള കുഞ്ഞു മീൻ എന്നാണ് പേര്? മീന് പേരില്ലേ? എനിക്ക് കുഞ്ഞുമീനുണ്ട് വലിയ മീനുണ്ട്. ആ കുഞ്ഞു മീനും വലിയ മീനും ഉണ്ട്. മീന് പേരില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ പോകാൻ പോണത് വരാപ്പുഴയിലാണ്. വരാപ്പുഴയില് നമ്മുടെ സത്യബ്രോയുടെ ഒരു റിലേറ്റീവിന്റെ കടയുണ്ട്. അവിടെ അക്വേറിയം മീനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനായ വൈറ്റില ജംഗ്ഷൻ കഴിഞ്ഞ് അവിടുത്തെ കിഡിലം ബ്ലോക്കും കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 66 നമ്മളിപ്പോൾ എടപ്പള്ളിയിലെത്തി. അപ്പോൾ ഇവിടെയും പതിവ് പോലെ നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം അഹങ്കാരമായ ട്രാഫിക് ബ്ലോക്കിലാണ്. ആ ഒരു ഫോട്ടോ കണ്ട ഒരു കുട്ടിയില്ല, അതിൻ്റെ എന്തോ വൃക്ക തകരാറെന്തോ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സുമനസ്സുകളുടെ സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിരിവാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ചെറിയൊരു അക്വേറിയം. 2 അടി നീളവും 1 അടി വീതിയും 1 അടി പൊക്കമുള്ള ചെറിയൊരു അക്വേറിയമാണ്. നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു എയർ പമ്പും കൂടി മേടിച്ചിട്ടുണ്ട്. ഈ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും ടാങ്ക് വൃത്തിയായിട്ടേക്ക് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. നമ്മൾ അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ ഒപ്പം തന്നെ ഒരു 8 കിലോ ഉപ്പുകല്ലും ഒരു 6 കിലോ ഉരുളൻകല്ലും കൂടി മേടിച്ചിട്ടുണ്ട് ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം കൂടി എടുത്തിട്ട് കാറിൻ്റെ ഡിക്കിയിലാക്കി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അക്വേറിയൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ സത്യയുടെ വീട്ടിലോട്ട് നമ്മൾ എത്തി. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ആ ഷോപ്പിൻ്റെ ഓണറില്ലേ, അരുൺ അക്വേറിയം അല്ലേ? അരുൺ അക്വേറിയം എന്നല്ലേ പേര്? അരുൺ അക്വേറിയം ആ ഷോപ്പിൻ്റെ ഓണർ അജിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുകല്ലും പിന്നെ ഉരുളൻകല്ലും ആ സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് ടാങ്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അക്വേറിയം ഫുള്ള് സെറ്റ് ചെയ്ത് മീനെ അതിനകത്ത് ഇടണം. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി എക്സ്പേർട്ടാണ് നമ്മുടെ അജിത്തേട്ടൻ. അജിത്തേട്ടൻ എന്നല്ലേ പേര്? മറ്റേ അജിത്തേട്ടൻ കടയുടെ ഓണറാണ്. ഇത് സത്യയുടെ ഫ്രണ്ടാണ്. ഇത് വേറെ, രണ്ടും ഒരേ പേരുണ്ട്. അപ്പോൾ പുള്ളിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും പൊളിക്കാം. ഇതാണ് നമ്മൾ വാങ്ങിച്ച ഉരുളൻകല്ല്. ഇതൊരു 6 കിലോണ് നമ്മൾ വാങ്ങിച്ചേക്കണത്. ഇത് ഉപ്പുകല്ല്. നമ്മളിത് 8 കിലോണ് ഇത് മേടിച്ചേക്കണത്. ഫിഷ് ടാങ്കിലോട്ട് ഈ കല്ലുകൾ ഇടുന്നതിന് മുന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം അതിനകത്ത് അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നല്ലൊരു വെള്ളത്തിൽ, ക്ലോറിനൊന്നും ഇല്ലാത്ത നല്ല വെള്ളത്തിൽ അത് കഴുകിയെടുത്തിട്ട് വേണം നമ്മളത് ഫിഷ് ടാങ്കിലേക്ക് ഇടാനായിട്ട്.
നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഉരുളങ്കല്ലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഫിഷ് ടാങ്കിലേക്ക് ഇടാം. ഫിഷ് ടാങ്കിലേക്ക് ഇടുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു സൈഡിലോട്ട് ചെരിച്ചിടണമെങ്കിൽ അതിനകത്തുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി വെള്ളം എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തത് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ക്ലോറിൻ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ക്ലോറിൻ വെള്ളം മാത്രമേ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ വീടുകളുടെ പരിസരത്ത് കിട്ടുകയുള്ളെങ്കിൽ ഒരു 1-2 ദിവസം പിടിച്ച് വെച്ചതിന് ശേഷം ആ വെള്ളം ഒഴിക്കുക. കാരണം ക്ലോറിനുള്ള വെള്ളമാണെങ്കിൽ മീനുകൾക്ക് അതിജീവിക്കാൻ സാധിക്കില്ല, അത് നിങ്ങൾ എന്തായാലും മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ക്ലോറിൻ ഇല്ലാത്ത വെള്ളം ഉപയോഗിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതിനകത്ത് എയറോബിക് ക്ലീനിങ് എന്നുള്ള രീതിയിലാണ്, എയറോബിക് ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ആണ് ഇത് ഫിൽറ്ററിങ് നടക്കുന്നത്. ഈ കല്ലുകളുടെ സർഫസിലൊക്കെ എയറോബിക് ബാക്ടീരിയകൾ ധാരാളം വളരും. അപ്പോൾ അതിലത്തെ മാലിന്യങ്ങൾ, ഫുഡ് വേസ്റ്റ്, മീനിന്റെ വേസ്റ്റ് എല്ലാം ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്തിട്ട് ആ വെള്ളം അടിയിൽ കൂടെ ചെന്നിട്ട് സർക്കുലേറ്റ് ചെയ്ത് മുകളിലേക്ക് ചെയ്യുകയാണെങ്കിൽ പമ്പ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ എയർ വരുമ്പോഴത്തേക്കും വെള്ളത്തിലേക്ക് എയറേറ്റ് ചെയ്യും, ഓക്സിജനും കലർത്തി വിടും. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ സംഭവം വെച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഷ് ടാങ്കൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പീനെയും ഗോൾഡ് ഫിഷിനെയും നമുക്ക് ഫിഷ് ടാങ്കിലേക്ക് ഇടണം. അപ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പാത്രം, നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ അതിലേക്ക് വേണം ആദ്യം മീനുകളെ മാറ്റാനായിട്ട്. എന്നിട്ട് ഫിഷ് ടാങ്കിലേക്ക് ആ പാത്രത്തോട് കൂടി ഇറക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മീനിനെ ഇട്ട് വെച്ചേക്കണ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഫിഷ് ടാങ്കിൽ ഉള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ മീനുകളെ അതിനകത്തേക്ക് ഇടണമെങ്കിൽ അത് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ടെമ്പറേച്ചർ 2 വെള്ളത്തിൻ്റെയും ഒരേപോലെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് മീനുകളെ അതിനകത്ത് ഇട്ട ശേഷം കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് മീനുകളെ ഇറക്കി വിടാവൂ. ചെരിഞ്ഞില്ല. ഒരാൾ പോയി, 2 ആൾ പോയി, 3 ആൾ പോയി, 4 ആൾ പോയി, 5, 6, 7 പേരും പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അച്ഛൻ നോക്കി പറ, എങ്ങനെയുണ്ട്? അജിത്ത് എന്നാണ് ആ ഓണറിൻ്റെ പേര്. പുള്ളിയുടെ വീട്ടിൽ അത്യാവശ്യം കുറേ ടാങ്കും സംഭവം, ബ്രീഡിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീനോ ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ പുള്ളിയുടെ അവിടെ ചെന്നാൽ മതി. ഞാൻ എന്തായാലും ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ കൂടി ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ അക്വേറിയം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതേ മീനൊക്കെ ചാടി കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സത്യബ്രോയുടെ ചാനൽ ലിങ്കും കൂടി താഴത്തുണ്ടാവും. പുള്ളിയുടെ ഇതും വീഡിയോ എടുത്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കൂടി അതിനകത്തും കൂടി കാണാൻ പറ്റും. അപ്പോൾ താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.